ഭരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കണം എന്നാണ് പാർട്ടി എക്കാലത്തും പറഞ്ഞത്. മതനിരപേക്ഷ ശക്തികളുടെ കയ്യിലേക്ക് എത്തിക്കണം. അതിന് വിട്ടുവീഴ്ചയോടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പോകണം. അവിടെ CPM എന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാത്രം ബലം പിടിച്ചു നിന്നാൽ പറ്റില്ലെന്നും മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ ആ വിട്ടുവീഴ്ചയെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. പ്രധാനമായിട്ടും ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതിനായിരുന്നു CPM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ലക്ഷ്യം വെച്ചത്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുത്തുകയും വേണം. ഇപ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടി കഴിഞ്ഞ 2019 മെച്ചപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാനിലും ബീഹാറിലും അതുപോലെ തമിഴ്നാട്ടിലും ഒക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ബംഗാളിൽ ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. എൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് വന്നില്ല. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം കുറേശ്ശെയായിട്ട് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. അതുപോലെ തന്നെ മതനിരപേക്ഷ ശക്തികളെ വിജയിപ്പിക്കുന്നതിലും ഇടതുപക്ഷം ചെറുതല്ലാത്ത സംഭാവന നൽകിയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയിട്ടുള്ളത്. രാജസ്ഥാനിലടക്കം ഉണ്ടായ മുന്നേറ്റത്തിൽ ഇടതുപക്ഷങ്ങളിലെ സ്വാധീനം അവിടെ മതനിരപേക്ഷ ശക്തികൾക്ക് ഗുണമായിട്ടുണ്ട് എന്നാണ് തിരിച്ചറിയാൻ കഴിയുന്നത്.